രഞ്ജു, നമ്മള് ഗോൾഡിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചില്ലേ? ഉം. അപ്പൊ നീ ഇങ്ങനെ പറഞ്ഞില്ലേ ഡൗറി, ഗോൾഡ് കൊടുക്കുക, എങ്ങനെ ഏത് എക്സ്ട്രീം ലെവല് വരെ ആൾക്കാർ പോണ കാര്യം. ഇത് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഒരു സ്കൂൾ ഫ്രണ്ട് ഉം. സ്കൂളിങ് കഴിഞ്ഞ് കോളേജൊക്കെ ആകുമ്പോഴേക്കും ഞാൻ പുറത്തേക്ക് പോയല്ലോ. ഉം. ഞങ്ങൾ കുറെ ഉം. ഫ്രണ്ട്സ് ഉം. പുറത്തേക്ക് പഠിക്കാൻ പോയി. ഈ ഒരു ഫ്രണ്ട് നാട്ടിലുണ്ടായിരുന്നു. ഉം. അവൾക്ക് അച്ഛനില്ല കേട്ടോ. ഓഹ്! അച്ഛനില്ലാത്ത കാരണം അമ്മയും, പക്ഷെ അമ്മയ്ക്ക് ഗവൺമെന്റ് ജോബ് ഉണ്ട്. അച്ഛന്റെ ജോബ് അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം പെട്ടെന്ന് ഡിഗ്രി ഞങ്ങൾ സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് അവളുടെ കോള് വരുന്നത് ഞങ്ങൾക്ക്. ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും ഉണ്ട് ഹോസ്റ്റലിൽ. കോള് വരുന്നത് ഈ അവളുടെ കല്യാണം ഫിക്സ് ചെയ്തു എന്ന്. ഉം. ഓക്കെ, അതും ഞങ്ങളുടെ സെമസ്റ്റർ എക്സാമിന്റെ ടൈമിലാണ്. അപ്പൊ ഞങ്ങൾക്ക് എക്സാം ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അതും ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഓൾമോസ്റ്റ് ഫസ്റ്റ് പേഴ്സൺ ടു ഗെറ്റ് മാരിഡ്. ഉം. അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ, ശരി കല്യാണം എന്ന് കേൾക്കുമ്പം അന്ന് അത്രയല്ലേ ഉള്ളൂ, ഒരു ഭയങ്കര ഒരു ഹാപ്പി തിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഹർ ലൈഫ് എന്ന് വിചാരിച്ച്. എന്നാലും എന്തുകൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് ഞങ്ങൾക്കും ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. പക്ഷെ അത്ര അറിവൊന്നും ഇല്ലാത്ത കാരണം വിട്ടു. ആ ലീവിന് വന്നതും ഞങ്ങൾ രണ്ടാളും വേഗം പോയത് ഇവളെ കാണാൻ വേണ്ടിയിട്ടാണ്, ഈ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി. നമ്മൾ എക്സ്പെക്ട് ചെയ്തതേ അല്ല ഞങ്ങൾ അവിടെ കാണുന്നത്. ഞങ്ങൾ പോയി ഇങ്ങനെ ഹാപ്പി മൂഡിൽ ചോദിച്ചുകൊണ്ടിരിക്കുക, എന്ത് പറ്റി ഏതാ ചോദിച്ചപ്പം അവള് വളരെ അൺഹാപ്പി. എന്താ കാണിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ അവൾക്ക് കല്യാണമേ കഴിക്കേണ്ടില്ലായിരുന്നു എന്ന്. അച്ഛനില്ലാത്ത കാരണം അമ്മയ്ക്ക് ഈ സൊസൈറ്റൽ പ്രഷർ, ഈ പെൺകുട്ടി വേഗം കല്യാണം കഴിപ്പിക്കണ്ടേ, എന്താവും എന്ന് ആലോചിച്ചിട്ട്. ആക്ച്വലി അവർ സ്റ്റേബിൾ ബാക്ക്ഗ്രൗണ്ടാ. അവർക്ക് സ്വന്തം വീടുണ്ട്, അമ്മയ്ക്ക് ഗവൺമെന്റ് ജോബ് ഉണ്ട്. അപ്പം ഫിനാൻഷ്യലി അങ്ങനെ കൺസ്ട്രെയിൻ ഒന്നും ഇല്ല. പക്ഷെ എന്നാലും പെൺകുട്ടി ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണം എന്ന് അമ്മയ്ക്ക് തോന്നിയിട്ട് ഒരു പ്രപ്പോസൽ വന്നു. അതൊക്കെ എങ്ങനെയെന്ന് അറിയില്ല, അവര് കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഈ കുട്ടി അറിയുന്നത് അയാൾക്ക് ഓൾറെഡി ഒരുപാട് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് ഉള്ള വ്യക്തിയാണ്. അപ്പൊ അവരുടെ ഇന്റൻഷൻ എന്തായിരുന്നു, ഈ ഗോൾഡ്, നല്ലോണം ഗോൾഡും കൊടുത്തിട്ടുണ്ട് അമ്മ, ഈ ഗോൾഡൊക്കെ അയാൾ ഇമ്മീഡിയറ്റ്ലി വിത്തിൻ ഫ്യൂ മന്ത്സ് അയാൾ അത് സെല് ചെയ്തിരിക്കും. അൺഹാപ്പി ഓൾറെഡി ആയിരുന്ന കുട്ടീനെ സെക്യൂരിറ്റിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക, അതിന് കൊടുക്കുക ഗോൾഡ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ആ കുട്ടിക്ക് എഡ്യൂക്കേഷനും ഇല്ല, ആ കുട്ടിന്റെ കയ്യിൽ സ്റ്റെബിലിറ്റിയും പോയില്ലേ. അതായത് മിനിമം ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഷീ കുഡ് ഹാവ് ഏൺഡ് സംതിങ്. അതിനില്ല. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര വിഷമം. ആ യങ് ഏജിൽ പോലും ഞങ്ങൾക്കതൊരു ഐ ഓപ്പണർ ആയിരുന്നു. ഇത് പറഞ്ഞപ്പോ ഇല്ലേ, എനിക്കും ഒരു ഇതുപോലെ തന്നെ എൻ്റെ ഒരു റിലേറ്റീവ് ആണ്. റിലേറ്റീവിന്റെ കാര്യമാണ് എനിക്ക് ഈ ഓർമ്മ വരുന്നത്. എന്തെന്ന് പറഞ്ഞാൽ, ഈ കൊടുത്ത ഗോൾഡ് വീട്ടിലേക്ക് ചെല്ലുമ്പം മദർ ഇൻ ലോ പറയാണ്, "അയ്യോ! ഇത്രയും സ്വർണം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഞാൻ എൻ്റെ ലോക്കറിൽ വെക്കാം. എനിക്ക് ഓൾറെഡി ലോക്കർ ഉണ്ട്. അപ്പം മോൾ ഇതൊക്കെ വീട്ടിൽ സേഫ് അല്ലല്ലോ. ആൾക്കാർ വരുന്നുണ്ട് കാണാൻ. അപ്പം ഗോൾഡൊക്കെ തന്നോളൂ. ഞാൻ എൻ്റെ ലോക്കറിൽ വെക്കാംന്ന്." അപ്പം എന്താ, നമ്മള് ഒരു വീട്ടിലോട്ട് കയറി ചെന്നു, വിശ്വസിച്ചു, ഗോൾഡ് എല്ലാം എടുത്തു കൊടുത്തു. ആ ഇടുന്ന 2 ചെയിനും പിന്നെ കുറച്ച് കമ്മലും വളയും മാത്രം വെച്ച് ബാക്കിയെല്ലാം എടുത്തു കൊടുത്തു. ഇത് പിന്നെ തിരിച്ചെങ്ങനെ ചോദിക്കും? ഒരാവശ്യം വരാണ് ഈ കുട്ടിക്കിടാൻ. ഇത് എങ്ങനെ ചോദിക്കും? മദർ ഇൻ ലോ അല്ലേ? അപ്പം അങ്ങനെ പറഞ്ഞ്, "അമ്മേ, ഞാൻ എന്നാ ഈ മാലയൊന്ന് മാറ്റിയിടാൻ വേണ്ടി ഒന്ന് നമുക്ക് ലോക്കറിൽ പോവാം" എന്ന് പറയുമ്പോ ഇവര് ഓരോരോരോ എക്സ്ക്യൂസ് പറഞ്ഞ് ഈ കുട്ടിയെ കൊണ്ടുപോകുന്നില്ല. അവസാനം എന്താ, ഇതുപോലെ കുറേ ഇയേഴ്സ് ആയി. 2, 3 ഇയേഴ്സ് ഒക്കെ ആയി. അപ്പം ഈ കുട്ടിക്ക് സംശയം തോന്നാൻ തുടങ്ങി. ഒരു പ്രാവശ്യം കൂടി എന്നെ ലോക്കറിൽ കൊണ്ടുപോയിട്ടില്ല. എന്റെ ഗോൾഡ് ഒന്ന് മാറ്റിയിടാൻ വേണ്ടി ഒന്ന് ചോദിച്ചിട്ട് പോലും തരുന്നില്ലാന്ന്. ഒരു ദിവസം അമ്മയുടെ അടുത്ത്, ഈ മദർ ഇൻ ലോയുടെ അടുത്ത് ചോദിച്ചു, "അമ്മേ, എന്റെ ഗോൾഡ് എവിടെയാ? ഒന്ന് എനിക്കൊന്ന് നമുക്ക് പോയി കാണണം" എന്ന് പറഞ്ഞ് ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞപ്പം ഇവര് പറയാ, "അതെല്ലാം ഇവരെടുത്ത് വിറ്റു. ഓ, അത് ശരി. വിറ്റിട്ട് അവരുടെ മോളെ കല്യാണം കഴിപ്പിക്കാനും ആ എക്സ്പെൻസ് നികത്താനും ഈ ഗോൾഡ് ഈ കുട്ടിയുടെ അടുത്ത് ചോദിക്കാണ്ട് വിറ്റു." അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഗോൾഡ് ശരിക്കും ഈ ഒരു കുട്ടിയുടെ, നമ്മളുടെ കുട്ടി ആർക്ക് കൊടുത്താലും ആ കുട്ടിയുടെ ഒരു ആവശ്യത്തിനാണോ, ഒരു സെക്യൂരിറ്റിക്കാണോ ഇത് യൂസ് ആവുന്നേ, അല്ലേ? ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു അത്. ആ കുട്ടിക്കോ അതിന്ന് എന്നിട്ട് അവസാനം ഡിവോഴ്സ് ആയി. പക്ഷെ എന്ത് ചെയ്യാനാ, ഗോൾഡ് എങ്ങനെ റിട്രീവ് ചെയ്യും? വിറ്റുപോയില്ലേ? അത് അച്ചമ്മയൊക്കെ പറഞ്ഞത് പണ്ട് പണ്ടത്തെ കാലത്ത്,
അച്ഛമ്മയൊക്കെ പറഞ്ഞ കഥകളിൽ എന്താന്ന് വെച്ചാല് ഗോൾഡ് ആയിരുന്നു ഈ പറഞ്ഞ പോലെ സൂക്ഷിച്ചു വെക്കാനും ഉം. അവര് വെച്ചോണ്ടിരുന്നതും. കുറച്ച് പൈസ എക്സ്ട്രാ വരുമ്പോഴേക്കും ഗോൾഡ് ആക്കി വാങ്ങി വെക്കും. അതേപോലെ ഒരു ബുദ്ധിമുട്ട് വരുമ്പം ഇതേ ഗോൾഡ് സെല് ചെയ്താൽ പെട്ടെന്ന് പൈസ കിട്ടും. അങ്ങനെയായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തതെടാ. ആ. ഇങ്ങനെ കൊടുക്കാൻ അങ്ങനെയാണ് ഇത്ര പണ്ട് ഗോൾഡ് തന്നു തുടങ്ങിയത് കുട്ടികൾക്ക്. പക്ഷെ ഇപ്പൊ അതിനെ കൊണ്ടു പോയിട്ട് ആ കുട്ടിക്ക് നീ ഇപ്പൊ പറഞ്ഞ കഥയിൽ ആ കുട്ടിക്ക് ഉപകരിക്കാതെ പോയില്ലേ? അതാണ്. അപ്പൊ ഞാനും ഇത് തന്നെയാണ് നമ്മള് കഴിഞ്ഞ എപ്പിസോഡിലും ഇത് തന്നെയാണ് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എന്തിനാ ഒരു കുട്ടിയെ ഇത്രയും ഒക്കെ നമ്മള് എന്താ പറയാ പഠിപ്പിച്ച് വലുതാക്കി ജോലിയൊക്കെ ആയി എല്ലാം കഴിഞ്ഞ് നമ്മള് കല്യാണം കഴിപ്പിക്കുമ്പം ഇങ്ങനെ ഇത്രയും ഗോൾഡും കൊടുത്തിട്ട് ഈ വിടുമ്പം ശരിക്കും അത് ആ കുട്ടിക്ക് അത് എപ്പോഴെങ്കിലും യൂസ് ആവാൻ അവളുടെ ആവശ്യത്തിന് അത് എപ്പോഴെങ്കിലും യൂസ് ആവുന്നുണ്ടോ? ലേറ്റർ ഈ ഫ്രണ്ടിന്റെ ഞാൻ ഇപ്പോഴും കോണ്ടാക്ടിലായി ഈ ഫ്രണ്ടുമായിട്ട്. ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല. അവള് മാനേജ് ചെയ്ത് പോണു. ഈ പറഞ്ഞ പോലെ മാനേജ് തന്നെ. അപ്പൊ അവള് പറഞ്ഞത് അവൾക്ക് ഉള്ള ഒരേ ഒരു റിഗ്രറ്റ്, അന്ന് അവള് വാശി പിടിച്ച് എഡ്യൂക്കേഷൻ. പഠിച്ചിരുന്നെങ്കിൽ. ബിക്കോസ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രഗ്നന്റ് ആയി കുട്ടികളൊക്കെ ആകുമ്പോഴേക്കും വിചാരിച്ച പോലെ പഠിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവള് ഇന്നും പറയും എന്നും പറയും അത് എനിക്കും ഒരു ലെസൺ ആയിട്ട് ഞാൻ എടുത്തതാണ്. വിദ്യാധനം ആ, അതാണ് സർവ്വധനാൽ പ്രധാനം. അത് സത്യം. ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പോട്ടെ, കട്ടുപോയോ പോയിപ്പോയോ ആവശ്യം വന്നുവോ ഗോൾഡ്, പക്ഷെ നമ്മളുടെ കയ്യിലുള്ള എഡ്യൂക്കേഷൻ ഒരു അല്ലേ? അതൊരു വലിയ അസറ്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ പേരൻസ് ഇപ്പം ഒരു പെൺകുട്ടി ജനിച്ചു എന്ന് വിചാരിച്ചു ഒരു വീട്ടില്. അപ്പൊ തൊട്ട് അല്ലെങ്കിൽ ആ കുട്ടി ഒരു ടീനേജ് ആയി കഴിയുമ്പോ തൊട്ട് പേരൻസിന് ഭയങ്കര ടെൻഷനാ. എന്താന്ന് പറഞ്ഞാൽ കല്യാണത്തിന് ഗോൾഡ് കൊടുക്കാൻ വേണ്ടി അയ്യോ നമ്മളുടെ എക്സ്പെൻസ് ഒക്കെ കട്ട് ചെയ്യണം, നമ്മൾ അത് സൂക്ഷിച്ചു വെക്കണം, അത് എന്നിട്ട് പിന്നെ പോയി ഗോൾഡ് വാങ്ങണം, എന്നിട്ട് ഇത് കൊടുക്കണം. ആക്ച്വലി ആ പൈസ അവര് അതുപോലെ സൂക്ഷിച്ചു വെച്ച് ആ പെൺകുട്ടികളെ നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് ഒരു ഗോൾഡും കൊടുക്കണ്ടെന്നാ ഞാൻ പറയുന്നത്. എഡ്യൂക്കേറ്റ് ചെയ്ത് ആ കുട്ടി എന്തൊരവസ്ഥയും വന്നോട്ടെ. ഇപ്പം നീ പറഞ്ഞൊരു എക്സാമ്പിള്, എൻ്റെ കസിൻ്റെ ഒരു എക്സാമ്പിള്, ഇതൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എഡ്യൂക്കേഷൻ അവർ എന്ത് പഠിച്ചിട്ടുണ്ടോ എവിടെ നിന്നാലും ഡിവോഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ടഫ് മാരേജ് ലൈഫ് ആയിക്കോട്ടെ അവർക്ക് അവരുടേതായിട്ടുള്ള ജോലി നോക്കി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആ കുട്ടികൾക്ക് കിട്ടില്ലേ? അല്ലേ? അപ്പൊ ഈ ഗോൾഡിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന ഒരു പൈസ ഉണ്ടെങ്കിൽ നമുക്കത് ആ കുട്ടികളുടെ എഡ്യൂക്കേഷന് യൂസ് ചെയ്തുകൂടെ? തീർച്ചയായും ടാ. ഭയങ്കരായിട്ട് ആലോചിക്കണ്ട. ഇത് ഞാൻ മറക്കില്ല എന്ന് പറയാൻ കാരണം നമ്മുടെ കൺമുമ്പിൽ ഇപ്പത്തെ ജനറേഷനിൽ കണ്ടേ. പക്ഷെ അതിന്റെ മറ്റേ സെക്കൻഡ് സൈഡ് ഞാൻ പറയാ. അവളുടെ മകളെ, അവൾക്കൊരു മകളുണ്ട്. ആ മകളെ അവള് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളരെ ബോൾഡായിട്ട് ആണ് വളർത്തി വന്നിരിക്കുന്നത്. ഇപ്പം അവളുടെ അതായത് അന്ന് അവളുടെ അമ്മയ്ക്ക് സൊസൈറ്റിന്ന് കിട്ടാണ്ട് പോയ ആ ഒരു അഷ്വറൻസ്, അവളുടെ എക്സ്പീരിയൻസ് അവള് നെഗറ്റീവ് അല്ല പോസിറ്റീവായി യൂസ് ചെയ്തിട്ട് അവളുടെ മകളെ അവള് നന്നായി പഠിപ്പിച്ചു, പുറത്തു വിട്ട് പഠിപ്പിച്ചു. ആ കുട്ടീനെ ജോലിയാക്കി. ഇപ്പൊ സംസാരിക്കുമ്പോൾ അവള് പറയുന്നത് അവള് കണ്ടുപിടിക്കട്ടെ അതെ. അവൾക്ക് ഇഷ്ടപ്പെട്ട ആളെ, എന്നിട്ട് മതി. വാവ്! ആ ഫ്രണ്ടിന്റെ അടുത്ത് ശരിക്കും എൻ്റെ ഒരു വലിയ ഒരു ഹായ് പറയണം കേട്ടോ. ബിക്കോസ് ഇത് ഭയങ്കര ഇൻസ്പിറേഷണൽ ആണ്. ഇതുപോലെ ഞാൻ ഗൂഗു ഇപ്പം വേറെ സ്റ്റോറി ഒന്നുമല്ല. എനിക്കിവിടെ ആരാണെന്നും കൂടെ എടുത്ത് പറയാൻ വേണ്ടി ഞാൻ പ്രൗഡായിട്ട് പറയാം. എൻ്റെ ഡാഡിയുടെ ബ്രദറിന് 2 പെൺകുട്ടികളാ. അവര് 2 കുട്ടികളും റൈറ്റ് ഫ്രം എനിക്ക് തോന്നുന്നു അവർക്കൊരു കുറച്ചൊരു ഒരു 21 ഇയേഴ്സ് ഒക്കെ ആയപ്പോൾ തൊട്ട് അവര് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കല്യാണം കഴിക്കുമ്പം ഞങ്ങള് ഒരു തരി ഗോൾഡ് പോലും ഇടില്ല. ഈ കുട്ടികള് എപ്പം വെളിയിൽ എന്ത് ഫംഗ്ഷന് പോയാലും യൂഷ്വലി ഒരു ട്രെൻഡാണല്ലോ. അയ്യോ ഒരു ഫംഗ്ഷന് പോകുമ്പം നാട്ടുകാരെ കാണിക്കണം, വീട്ടിലുള്ള സ്വർണ്ണൊക്കെ എടുത്ത് പിള്ളേരിടണം, എന്നിട്ട് കൊണ്ടുപോകണം. അതെ. ഇവരാദ്യം തൊട്ടേ നോ ടു ഗോൾഡ് ആയിരുന്നു. ഒട്ടും ഒരു തരി ഗോൾഡ് പോലും ഇട്ടിട്ടില്ല. കുട്ടിയോള് അതുപോലെ കുട്ടികള്. കുട്ടിയോള് ഓക്കെ. അത് അവരുടെ ഡിസിഷനാ. വെരി അല്ലാതെ നൈസ്. അച്ഛനും അമ്മയുടെയും ഡിസിഷൻ അല്ല. ഓ. എന്നിട്ട് അവര് തന്നെ അച്ഛനും അമ്മയുടെ അടുത്തും പറഞ്ഞു ഞങ്ങൾക്ക് ഇതുപോലെ ഗോൾഡ് കൊടുക്കാത്ത വെൽ എഡ്യൂക്കേറ്റഡ് ആട്ടോ. രണ്ടുപേരും വെൽ എഡ്യൂക്കേറ്റഡാ. രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾക്ക് ഒരു തരി ഗോൾഡ് കൊടുത്തിട്ടുള്ള കല്യാണത്തിന് ഞങ്ങൾ റെഡി ആവില്ല. ദേ വെയിറ്റഡ്. ഓക്കെ. ആ വെയിറ്റ് ചെയ്ത് കുറച്ച് നാള് കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോമ്പാറ്റബിലിറ്റിയും എല്ലാം നോക്കണമല്ലോ. എല്ലാം നോക്കി ആ 2 മക്കളെയും
കല്യാണം കഴിച്ചിരിക്കുന്ന ആൺകുട്ടികള് അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഒരു തരി ഗോൾഡ് പോലും ചോദിച്ചിട്ടും ഇല്ല. ഇവർ ഈവൻ ഈ നമ്മുടെ താലി ഗോൾഡ് ഗോൾഡ് ആണല്ലോ, ഉണ്ടല്ലോ. അതുപോലും ഇല്ല. അതുപോലും ഇല്ലാണ്ടാണ് ഈ 2 കല്യാണം നല്ല നല്ല ലാവിഷ് ആയിട്ടും വളരെ നന്നായിട്ടും നടത്തിയത്. അപ്പം ഇപ്പൊ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഒരു ചിന്ത വന്ന് തുടങ്ങി ദാറ്റ് വി ഡോണ്ട് നീഡ് ഗോൾഡ് അല്ലേ? അതില് നല്ലൊരു റോള് അവരുടെ പാരന്റ്സിനും ഉണ്ടാവില്ലേടാ. പിന്നെ ആ മൈൻഡ് സെറ്റ് ആ കുട്ടിക്ക്, വളർന്നു വരുന്ന കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ആ പാരന്റ്സ് കൊടുത്ത കോൺഫിഡൻസ് അല്ലേ. കറക്റ്റ്. പല കുട്ടികളും നീ തുടക്കത്തിൽ പറഞ്ഞ പോലെ അവര് ജനിച്ചു വരുമ്പോ തൊട്ടേ കേൾക്കുന്ന സ്റ്റോറി, അയ്യോ പെൺകുട്ടിയാണേ, പൈസ എടുത്തു വെക്കട്ടെ, പെൺകുട്ടിയാണേ. അപ്പൊ അവർക്ക് ഉള്ളിൽ തോന്നി വരികയാണെങ്കിൽ ഞാനൊരു ബേർഡനായി മാറുകയാണോ. അതെ. ഈ കുട്ടികൾക്ക് ആ ഫീലിംഗ് ഇല്ലാതെ യു ആർ മൈ അസെറ്റ്, നിങ്ങളാണ് എനിക്ക് മോസ്റ്റ് വാല്യുബിൾ എന്ന് ആ പാരന്റ്സ് തോന്നിപ്പിച്ചോണ്ടല്ലേ ആ കുട്ടികൾക്ക് കോൺഫിഡൻസ് സത്യം, വന്ന്. സത്യം. ഇപ്പൊ ഈയിടെ നടന്ന വെഡിങ്ങാ. എനിക്ക് തോന്നുന്നു 1.5 ഇയേഴ്സേ ആയുള്ളൂ രണ്ടാമത്തെ മോളുടെ വെഡിങ് കഴിഞ്ഞിട്ട്. അപ്പം അത് ശരിക്കും ഒരു ഐ ഓപ്പണറാ. ബിക്കോസ് അവര് സൊസൈറ്റൽ പ്രഷറിലോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടി ഈ കുട്ടികൾക്ക് കുറച്ച് ഗോൾഡ് വാങ്ങി കൊടുക്കോ, എന്നാ ഗോൾഡ് വാങ്ങാൻ വയ്യാത്തെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി പറ്റാത്ത ഒരു ഫാമിലി അല്ല. ഉം. പക്ഷെ സ്റ്റിൽ അവരുടെ മക്കൾ എന്ത് പറഞ്ഞോ, ഈവൻ ദ പേരൻസ് ഐ മീൻ ദേ വർ റെഡി ടു അക്സെപ്റ്റ് ഇറ്റ്. അവരും ആ പ്രഷറിൽ വന്നില്ല. അപ്പം അതൊരു വലിയ വലിയ കാര്യം തന്നെയാണ്. എക്സാമ്പിൾസ് ആയിട്ട് നമുക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അതെ, തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഗ്ലൂമിനെസ് മാറിട്ടോ ഇത് കേട്ടപ്പോ. അതെ. ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാര് ആയി വരട്ടെ, അതെ. പരിചയപ്പെടാൻ പറ്റട്ടെ, അറിയാൻ പറ്റട്ടെ. കറക്റ്റ്. അല്ലേടാ. സോ വാല്യൂ ദ തിങ്സ് യു ഹാവ് അറ്റ് ഹോം അല്ലെ. പുറത്തുനിന്ന് പോയി അതും ഇതും വാങ്ങിയിട്ട് വേണ്ട നമുക്ക് ആരെയും വാല്യൂ ചെയ്യാൻ. അതെ. അല്ലേ. അതെ. ആരാണേലും ആൺകുട്ടികളായിക്കോട്ടെ, പെൺകുട്ടികളായിക്കോട്ടെ. ഇപ്പൊ ആൺകുട്ടികളും മാലയും ബ്രേസ്ലെറ്റും ഒക്കെ ഇട്ട് നടക്കുന്നവരുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഏത് കുട്ടിയായിക്കോട്ടെ, നമ്മളുടെ ഒരു പേഴ്സന്റെ വാല്യൂ അളക്കാൻ ഒരിക്കലും ഒരു മെറ്റലുമായിട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് ഞങ്ങൾ പിന്നെയും 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 പറയാൻ ആഗ്രഹിക്കുന്നത്. സോ പ്ലീസ് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. വാട്ട് എവർ യു ഹാവ്, യു ആർ ബ്ലെസ്ഡ്. അതെ. താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് ഹെർ വിത്ത് Red and go.